Good morning, everyone. Good morning. Class in there. Class in there. Class in there. Good morning, Miss. Yeah, good morning. ഇതാണ് അറ്റയല്ലാത്ത പോലെ ക്ലാസ്. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Have you had your breakfast? Yes, ma'am. Okay, then how are you all? Fine, good ma'am. Yeah, fine. Okay, is Lakshmi health എങ്ങനെയുണ്ട്? Okay ആയോ? Okay, ma'am. Okay, yeah. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്തായിരുന്നു എടുത്തത്? അറിയൂ? ഒരുപാട് നാളായി അല്ലേ? So it's been a long days we met. Okay, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു സ്റ്റോറി പറഞ്ഞിരുന്നു ഞാൻ? എന്താണത്? ക്ലാസ്സിൽ ആരുമില്ലേ? അശ്വിനി ക്ലാസ്സിലുണ്ടോ? അശ്വിനി, അരുണിമ, പുറത്താണ്. ഓക്കെ ഓക്കെ, യാ കേൾക്കുക. ഓക്കെ, ക്ലാസ്സിൽ എല്ലാവരും ഇല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. യാ ബേബിസര ക്ലാസ്സിലുണ്ട്. എന്തേ ഒന്ന് മിണ്ടാത്തി പിന്നെ? കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇല്ലായിരുന്നു, എന്നാലും സ്റ്റോറി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ബേബിസര ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്? അത് പാസ്റ്റ് ടെൻസിലെ സ്റ്റോറി റൈറ്റിംഗ് ആയിരുന്നു. നമ്മള് കംപ്ലീറ്റ് ചെയ്തു. രണ്ടെണ്ണം എഴുതിയിട്ടുള്ളൂ, ഒരു പാസ്റ്റ് ടെൻസ് ഒരു പ്രസന്റ് ടെൻസിന്റെ. ഇല്ല, ഡൗട്ടൊന്നുമില്ല. മിസ് എവിടെയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ? കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സ് ക്ലാസ് എടുത്തു, എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു, കുറച്ച് ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടി. ഇല്ലാത്തതുകൊണ്ട് അവർ മിക്കപ്പോഴും ഇങ്ങനെ പോകും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ്? ഫ്യൂച്ചർ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വെർബിൽ നോട്ട് തന്നിരുന്നോ? വെർബിലെ 3 ഫോംസ് ഓഫ് ദ വെർബ് V1, V2, V3 നോട്ട്സ് തന്നിരുന്നോ? തന്നിരുന്നു. അപ്പൊ then we move on the next tense and future tense. Okay, take your notebook and write down anything as a future tense and already future simple future. Okay, so simple future ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എങ്ങനെയാണ്? ഭാവിയാണ്. ഫ്യൂച്ചർ വരാൻ പോകുന്ന ഒരു കാര്യമാണ് അല്ലെ? വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മള് പൊതുവെ എങ്ങനെയാണ് എന്താണ് ചെയ്യും എന്നാ പറയാം അല്ലെ? ചെയ്യും, ഞാൻ അവിടെ പോകും, ഞാനത് ചെയ്യും എന്നൊക്കെയാ പറയാം. അപ്പൊ ബ്രാക്കറ്റിൽ എഴുതാം, ചെയ്യും എന്ന് എഴുതാം. ഫ്യൂച്ചർ ടെൻസ് എഴുതിയിട്ട് ബ്രാക്കറ്റില് മലയാളം ചെയ്യും എന്ന് എഴുതാം. ഓക്കെ, ഞാനത് ചെയ്യും, ഞാൻ അവിടെ പോകും, ഞാൻ അവിടെ കാണും, ഞാനത് എഴുതും, ഞാനത് വരയ്ക്കും, ഞാൻ കുക്ക് ചെയ്യും അല്ലെ? അപ്പൊ എല്ലാം ഇങ്ങനെയാ പറയാം. അതൊക്കെ എന്താണ്? ഫ്യൂച്ചർ ആണ്, എല്ലാം ഫ്യൂച്ചർ ആണ് അല്ലെ? അപ്പൊ സ്ട്രക്ചർ എന്താണ്? സിംഗിൾ ഫ്യൂച്ചർ സ്ട്രക്ചർ എഴുതാം. സബ്ജക്ട് പ്ലസ് will പ്ലസ് verb ആണ്, V1. സബ്ജക്ട് പ്ലസ് will പ്ലസ് V1.
ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അതിൽ ബില്ല് ഉണ്ടാവും കേട്ടോ. ബില്ല് മസ്റ്റാണ്. ബില്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനേ പറ്റൂ. ഓക്കെ, നമുക്ക് ഇവിടെ ഷാല് യൂസ് ചെയ്യാം. പക്ഷേ മോഡേൺ ഇംഗ്ലീഷില് ഇപ്പൊ ഷാലിന്റെ യൂസേജ് വളരെ കുറവാണ്. ഷാലൊക്കെ അധികം യൂസ് ചെയ്യാറില്ല. ഷാല് നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഷാല് നമ്മൾ മെയിൻലി യൂസ് ചെയ്തിരുന്നത് ഐയുടെ കൂടെയും ബിയുടെ കൂടെയാണ്. ഓക്കെ, ഐയുടെ കൂടെ നമ്മള് ബിയുടെ കൂടെയാണ് ഷാൽ യൂസ് ചെയ്യാം. ഷാൽ എന്താണ്? വില്ല് പറയുമ്പോ ഷുവർ ആണ്. ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്യും. ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്യും. ഐ വിൽ ഗോ ഹിസ് ഹോം, ഞാൻ എന്റെ വീട്ടിൽ പോകും. ഗോ ടു ഹിസ് ഹോം എന്ന് പറയാണ്, ഞാൻ പോകും, ഷുവർ ആണ്. അതേസമയം ഐ ഷാൽ കം ദെയർ, കം ദെയർ എന്നാണെങ്കിൽ ഞാൻ എവിടെ വരാം എന്നൊരു മീനിങ്ങിലാണ് വരാം എന്നാ പറയുന്നത്. വരും എന്ന് പറയുന്നില്ല. നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഞാൻ വരാം നോക്കാം അല്ലെ, വരാം എന്ന് പറയും. പക്ഷെ ആ വരാം എന്ന് പറയുന്നതിലും എന്താണ്, ഉറപ്പില്ല അല്ലെ. ആ ഒരു ഉറപ്പുറവാണ് എന്ത്, ഷാല്. അപ്പോ നമ്മൾ ഐയുടെ കൂടെയും ബിയുടെ കൂടെയും മാത്രം ഷാല് യൂസ് ചെയ്യാറുള്ളൂ. കാരണം നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തില് ഞാൻ വരാം നോക്കാം, ഞാൻ വരാം എന്ന് പറയും. ഇനിയിപ്പൊ നിങ്ങൾ വരുന്നുണ്ടോ? ഞങ്ങൾ വരാം. മനസ്സിലായി? ഞാനിന്റെ കൂടെയും ഞങ്ങളുടെ കൂടെയും മാത്രമേ ഷാല് യൂസ് ചെയ്യൂ. അതായത് അവൻ വരാം, അവൾ വരാം എന്ന് പറഞ്ഞോ, അങ്ങനെ പറയില്ല നമ്മള് അല്ലെ, ഒരിക്കലും പറയില്ല. അവൾ വരാം, അവൻ വരാം, അവർ വരാം. ഓക്കെ, അപ്പൊ ഐയുടെ കൂടെയും ബിയുടെ കൂടെയാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യാം. ചാൻസ് വളരെ കുറവാണ്. ബില്ല് പറയുന്ന പോലെ അത്രയും ഒരു ഷുവാലിറ്റി നമുക്ക് ഷാലിന് ഇല്ല. 50% ചാൻസ് ആവുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് പൊതുവെ ഇപ്പോ മോഡേൺ ഇംഗ്ലീഷില് നമ്മൾ ഷാൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പൊതുവെ യൂസ് ചെയ്യാറില്ല. ഇപ്പോ എല്ലായിടത്തും ബില്ല് തന്നെയാണ്. വരാം എന്ന് പറയുന്ന സ്ഥലത്ത് പോലും നമ്മൾ ബില്ലാണ് യൂസ് ചെയ്യാറ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഷാൽ എന്താണ്, ബില്ല് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഷാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ ഷാൽ പിന്നെ യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ ചോദിക്കും. അപ്പോഴും നമ്മള് ബിയുടെ കൂടെയും ഐയുടെ കൂടെ യൂസ് ചെയ്യും കേട്ടോ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും പോയാലോ, ചോദ്യത്തിനൊക്കെയാണ് ഷാൽ യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും യൂസേജ് ആണ് ഷാലിനുള്ളത്. ക്ലിയർ ആയോ? ഇനി പിന്നീട് ഫ്യൂച്ചറിൽ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെയ്യും, ഞാൻ പോകും, ഐ വിൽ ഡു ദാറ്റ്, ഐ വിൽ ഗോ ദേർ, ഐ വിൽ റൈറ്റ് the letter, I will read the book, I will go to watch a movie എന്ന് പറയാം. I will watch a movie. Then അപ്പൊ ഇതിലൊക്കെയാണ് വില്ല് വെച്ച് പറയുന്നത്. ചെയ്യും, പോകും എന്നൊരു മീനിങ്ങിലാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ വരാം. ചെയ്യും. ഓക്കെ, വില്ല് ഫസ്റ്റ് യൂസ് ചെയ്യണം. ഇതിന് ശേഷം വരേണ്ട വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. ഓക്കെ, സോ let's take the examples. എല്ലാവരും നെക്സ്റ്റ് ചെയ്യും. എക്സാമ്പിൾ എല്ലാവരും നെക്സ്റ്റ് ചെയ്യും. സിംഗിൾ ഫ്യൂച്ചർ വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ. എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവരും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു തന്നെ പറയരുത് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ഒബ്ജക്റ്റുകൾ എടുക്കുക. അത് ഗോ എന്ന് പറയുന്നത് ഇങ്ങോട്ട്, ഞാൻ അവരുടെ വീട്ടിൽ പോകും, ഞാൻ അങ്ങനെയൊക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയില്ല. സെന്റൻസ് കുറച്ച് ലെങ്തി സെന്റൻസ് ആകാം. I will go there എന്ന് പറയുമ്പോൾ I will go to meet a friend എന്ന് പറയും. I will go to meet my friend at എവിടെയാണോ അവിടെ. അങ്ങനെയൊക്കെ നീട്ടി കുറച്ച് ലെങ്തി സെന്റൻസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന് അത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. I will go to the school. I will go to movie. No, I will go to watch a movie.
സിനിമയാണ്. അപ്പം മൂവി പറയാൻ കുഴപ്പമില്ല. Then കുറച്ച് സെൻസ് ലെങ്തി ആയിട്ടൊന്ന് പറഞ്ഞോക്കെ. രണ്ടുപേര് മാത്രമേ നമ്മുടെ ക്ലാസ്സിലുള്ളൂ. ലക്ഷ്മി എന്താ ശരി, ബാക്കി ആരുമില്ല? I will meet my friends. Where? Where you will meet your friend? Then ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ടെക്സ്റ്റ് ചെയ്തവരാണെങ്കിൽ പോലും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. അത്രയും നമ്മളത് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ വേർഡ്സ് ആണെങ്കിൽ വൊക്കാബുലറി ആണെങ്കിൽ നമ്മളത് ഒരുപാട് തിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ മേക്ക് ചെയ്യുന്നത് അല്ലെ. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണ്. സോ I will look after my parents. ഞാൻ നോക്കും. എനിക്ക് നോക്കാൻ പറ്റും എന്നാണെങ്കിൽ I can look after my parents. എനിക്ക് എന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റും എന്നാണെങ്കിൽ ഞാൻ എന്റെ കാര്യം ഞാൻ നോക്കും എന്നാണെങ്കിൽ I can look after myself. മാം പറഞ്ഞത് ക്ലിയർ ആയില്ല. എനിക്ക് എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം എന്നൊക്കെ പറയില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ തന്നെ എന്റെ കാര്യം നോക്കും. എനിക്ക് എന്റെ കാര്യം നോക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം I can look after myself എന്ന് പറയാം. I can look after myself. Yeah, okay. I have to go to his home for coming study. Yeah. I have to go for my friend's marriage and everything. പോകും നമുക്കിവിടെ ചെയ്യാം, പോകാം എന്നൊരു മീനിങ്ങും നമുക്ക് പിന്നെ തന്നെ കൊടുക്കാം. കാരണം ശാല നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് ആ യൂസേജ് പിന്നെ തന്നെ കൊടുക്കാം കേട്ടോ. പോകും എന്ന് മാത്രം പറയാൻ പോകാം, ചെയ്യാം, എടുക്കാം. ഒരു എക്സാമ്പിൾ I will get you something to eat. I will get you something to eat. ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം എന്നൊരു മീനിങ് ആണ് വരാം. എടുക്കും എന്നല്ല, എടുക്കാം. I will get you something to eat. We will finish the exam. Exam finish ചെയ്യും. We will finish the exam. I think she will be late. I think she will be late. ഇച്ചാകും എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നത് നമ്മള്. ഇത് probably staying home tonight. Our exam result in May. നമുക്ക് കാര്യം മനസ്സിലായി. സിമ്പിൾ ഫ്യൂച്ചർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, വില്ല് യൂസ് ചെയ്യണം, സ്ട്രക്ചേഴ്സ് കിട്ടി, മീനിങ് മനസ്സിലായി. സോ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡേ ടു ലൈഫിലാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതെല്ലാം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് സെന്റൻസ് നമുക്ക് ഡേ ടു ലൈഫിലാണെങ്കിൽ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ പഠിച്ചു വെച്ചെടുത്ത കാര്യമില്ല, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, so then moving on the next action is future continuous tense. I will do my work. Yes, correct. Then second one future continuous ആണ്. Future continuous എന്തായിരിക്കും? അപ്പൊ ഞാനിത് ചെയ്യായിരിക്കും അല്ലെ, ചെയ്യുകയായിരിക്കും, ചെയ്യുകയാണ് എന്ന് പറയുന്നതും ചെയ്യുകയായിരുന്നു, ചെയ്യുകയായിരിക്കും എന്നാ പറയാം. അപ്പൊ ചെയ്യുകയായിരിക്കും. I'll be working from 9 to 12 tomorrow. ഞാൻ 2 to 5 വരെ വർക്കിംഗ് ആയിരിക്കും. She will be writing the test tomorrow, 10 tomorrow. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്? Subject plus will be plus verb plus ing ആണ്. Subject plus
will be plus verb ing. That is structure. Subject plus will be plus verb ing. Will be writing the exam next Saturday. I will be writing the exam next Saturday. Next Saturday exam എഴുതായിരിക്കും. Okay. Then I will be at Dubai next week. Next week ദുബായിലായിരിക്കും. I will be. Oh, I will be. അവിടെ നിങ്ങൾക്ക് വെറുതെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമ്മളും കൊടുക്കാം. ആയിരിക്കും, അവിടെ ആയിരിക്കും എന്ന് പറയാട്ടോ. ഞാൻ ചെയ്യായിരിക്കും എന്ന് പറയുമ്പോൾ ചെയ്യുക എന്നാണെങ്കിൽ വെറുതെ ആയിരിക്കും. എങ്കിൽ നൗൺ ആണെങ്കിൽ ദുബായ് എന്ന് പറയുന്ന നൗൺ ആണല്ലോ. അപ്പൊ I will be at Dubai. അല്ലെങ്കിൽ I will be at office. ഓഫീസിൽ ഞാൻ ആ ടൈപ്പിൽ ആയിരിക്കും എന്ന് പറയാം. I will be at office അല്ലെങ്കിൽ I will be in office എന്ന് പറയാം. അല്ലെങ്കിൽ I will be at Dubai next week ഞാൻ ദുബായിലായിരിക്കും. നെക്സ്റ്റ് വീക്ക് ഞാൻ ദുബായിലായിരിക്കും. അപ്പൊ വിൽപ്പിക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് നൗൺ ആണ്. അപ്പൊ നൗൺ പറയുന്ന സ്ഥലത്ത് നമുക്ക് നൗൺ യൂസ് ചെയ്ത് പറയാം. മിസ്റ്റേക്ക് ഒന്നുമില്ല. അപ്പൊ വെർബ് ആണെങ്കിൽ നമ്മൾ വെർബ് അവിടെ എന്ത് യൂസ് ചെയ്യണം? ing ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പൊ I will be working in Dubai next week. I'll be working in Dubai next week. ഞാൻ next week ഞാൻ ദുബായിൽ വർക്കിംഗ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നൗണിന്റെ കൂടെയും വെർബിന്റെ കൂടെയും നമുക്ക് will be യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ or not? Understood? എക്സാമ്പിൾസ് ഒന്നുകൂടി പറയാമോ? ഇപ്പോ I'll be writing the exam next Sunday. I'll be writing the exam next Sunday. Then another example, I'll be working in Dubai. I'll be working in Dubai next week. I'll be working in Dubai next week. I'll be working in Dubai next week. I'll be in Dubai. I will be at Dubai or in Dubai. നമുക്ക് പറയാം. Mistake ഒന്നുമില്ല ട്ടോ. I'll be in Dubai. I'll be in Dubai next month. I'll be in Dubai next month. അപ്പോ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത നൗൺ ആണ്. ദുബായ് എന്ന് പറയുന്ന ഒരു നൗൺ ആണ് അല്ലെ? അങ്ങനെയും യൂസ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് ഞാൻ ദുബായിലായിരിക്കും. ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. ഈ അവിടെ കുറവാണെങ്കിൽ ഐ ബി വർക്കിംഗ് ഇൻ ദുബായ് നെക്സ്റ്റ് വീക്ക് എന്നാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഞാൻ ദുബായിൽ വർക്കിംഗ് ആയിരിക്കും. അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണ്? സോറി, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്താണ്? ആയിരിക്കും എന്നൊരു മീനിങ്ങിലാണ് വരാം. Okay. Understood? Do you have any question about the systems? No? Clear? Yeah. So, make it done. I'll be shifting my home next month. Yeah. Yeah. Next, example create ചെയ്യട്ടോ എല്ലാവരും. എത്രത്തോളം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. I'll be sleeping from 6 to 8 tomorrow. Yeah. Then I'll be attending driving test next day. Okay. I'll be preparing for an exam next Monday. From Monday.
I'll be going to my I'll be going, not go. ing form must ആണ് ട്ടോ. I'll be going ആയിട്ടാണ് പറയേണ്ടത്. I will be going to my friend's home next week. നെക്സ്റ്റ് മൺഡേ മുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. എങ്ങനെയാ പറയാ? going for a virtual, yeah, virtual for virtual, yeah, clear. Okay, then this slow ആണ് നിങ്ങൾ എന്ത് പെട്ടെന്ന് എക്സാമിനൊക്കെ ഗ്രേറ്റ് ചെയ്യും. I will be preparing for an exam next month. Monday മുതൽ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മൺഡേ പ്രിപ്പയർ ചെയ്യുകയായിരിക്കും എന്നാ വരാത്. നെക്സ്റ്റ് മൺഡേ മുതൽ നെക്സ്റ്റ് അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. അതെങ്ങനെയാ പറയാ? പറയുന്നു, ആരും പറയുന്നില്ലല്ലോ. നെക്സ്റ്റ് മൺഡേ മുതൽ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. നെക്സ്റ്റ് മൺഡേ മുതൽ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. സിൻസ് അല്ല കേട്ടോ, നമ്മൾ സിൻസ് അങ്ങനെ പറയില്ല. അതെന്ത് പറയും? I'll be preparing for an exam from next Monday. എന്ന് പറയാം നമുക്ക്. I'll be preparing for an exam next Monday. From next Monday. അടുത്ത തിങ്കളാഴ്ച മുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. I'll be preparing for an exam. For an exam. I'll be preparing for an exam from next Monday. ഇങ്ങനെ പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആലോചിക്കൂട്ടോ. എങ്കിൽ ഓരോ സെന്റൻസ് നമ്മൾ കെയർഫുൾ ആയിട്ട് ഓരോ പ്രൊപ്പോസിഷൻ ആണെങ്കിൽ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചാണ് അല്ലെ. പ്രൊപ്പോസിഷൻ ആണെങ്കിലും വേർബ് ആണെങ്കിലും ഓക്സിലറീസ് ആണെങ്കിലും എല്ലാം നമ്മൾ പഠിച്ചു. ഈ എന്താണ് നമുക്ക് വൊക്കാബുലറി മാത്രം മതി, ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം അറിയാം. Will be getting married. You will be getting married next month. എന്താണ് കല്യാണം കഴിക്കായിരിക്കും. പറയാം ആയിരിക്കും എന്നും പറയും, ആകും എന്ന് പറയാത്ത ഇവിടെ. I'll be getting I'll be preparing for an exam from next Monday. ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യും എന്നും ഇവിടെ പറയാം. ചെയ്യുകയായിരിക്കും എന്നൊരു മീനിങ് മാത്രമല്ല, നമുക്ക് ചെയ്യും എന്നൊരു മീനിങ്ങിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. I'll be working from 9 to 5 tomorrow. ഞാൻ 9 to 5 വരെ 9 to 5 ടൈമിൽ അത് വർക്ക് ചെയ്യും എന്നും ചെയ്യുകയായിരിക്കും എന്ന് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, yeah. So then the third one, future perfect tense.
ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മള് പ്രസന്റിൽ എന്താണ് ചെയ്തിട്ടുണ്ട്, പാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്യൂച്ചർ എന്തായിരിക്കും? ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു മീനിങ് ആണ് വരിക, ചെയ്തിട്ടുണ്ടാകും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് മീൻസ് ചെയ്തിട്ടുണ്ടാകും, അവൻ പോയിട്ടുണ്ടാകും, അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും, അവനത് ചെയ്തിട്ടുണ്ടാകും, അവനെ കുക്ക് ചെയ്തിട്ടുണ്ടാകും, അവൻ എഴുതിയിട്ടുണ്ടാകും, അവൻ വരച്ചിട്ടുണ്ടാകും. മനസ്സിലായോ? ആ ഒരു മീനിങ്ങിലാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് subject plus will plus have plus V3 ഇതാണ് structure. Subject plus will plus have plus V3. Will have എന്നാ പറയാ, will have. And we have finished the report by 7 to 9. 7 മണിയോടുകൂടി അവൻ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. Okay, I will finish. I will finish. I will have finished എന്ന് പറയണം. I will have finished. അതിന് ശേഷം നമ്മൾ V3 ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. So I will have finished the report by 7 to 9. 7 മണിയോടുകൂടി ഞാൻ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം. അതൊക്കെ ഇവിടെ യൂസ് ചെയ്യാം. I will have completed യൂസ് ചെയ്യാം, or finished യൂസ് ചെയ്യാം. Okay, I will have completed the report by 7 to 9. നമ്മൾ എന്താണ് V3 ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. There is no any mistakes. Okay, yeah. Then ഞാൻ അവനെ കണ്ടിട്ടുണ്ടാകും എന്ന് പറയുമ്പോ I will have met him. I will have met him എന്ന് പറയാം. ഞാൻ ആ മൂവി കണ്ടിട്ടുണ്ടാകും. I will saw that movie next month. Next day. അടുത്ത ദിവസം ഞാൻ സിനിമ കണ്ടിട്ടുണ്ടാകും. Okay, I will have watched that movie next day or tonight or പറയാം. Okay, then they will have left Japan in a week's time. ഒരു week's time അവര് ജപ്പാനിൽ പോയിട്ടുണ്ടാകും. Left means പോവുക, left ചെയ്യുക, ലീവ് ചെയ്യുക എന്ന് പറയാം. ലീവിന്റെ ഫോം ആണ് left. Then she will have reached about it already. എത്തിയിട്ടുണ്ടാകും already. She reached there. She will have reached about already. Reach എത്തിയിട്ടുണ്ടാകും. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടാകും എങ്ങനെ പറയും? ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടാകും. When I reached home, she will have slept. ഏറ്റവും നല്ലത് slept എന്ന് പറയുന്നതാണ് കേട്ടോ. have slept എന്ന് പറയുന്നില്ലെങ്കിൽ പറയണ്ട, പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. slept വെച്ചത് ഷോർട്ട് ആണ്, സിമ്പിൾ ആണ്. Okay, I will have drank water. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടാകും. പറയാ ഇപ്പൊ പറഞ്ഞതോ? ഇപ്പൊ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നാണെങ്കിൽ ഓക്കെ. കറക്റ്റ് ആണ് കേട്ടോ. Yeah, when I reached home, she will have finished his work. She will have finished his her ആണ്. She അല്ലേ, അപ്പൊ her ആണ് കേട്ടോ. She will have finished her homework. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവൾ അവളുടെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് പറയാം. നമുക്ക് ഗസ്റ്റ് ചെയ്യുന്നതാണല്ലോ അല്ലെ, പ്രതീക്ഷയാണ്. എപ്പോഴേക്കും ചെയ്തിട്ടുണ്ടാകും. ഓക്കെ,
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യുവാണെങ്കിൽ 2-3 പേര് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആരൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാം. When I arrived home, they would have slept. Good അല്ലല്ലോ. ഇതിന്റെ പാസ്റ്റ് ആണ് good ട്ടോ. will use ചെയ്ത് yeah, will have. Okay, Jeshma. Jeshma, are you there? Can you hear me? എല്ലാവരും ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സിൽ പോയൊക്കെയാണോ? ആരെങ്കിലും കണ്ടോ ഇവിടെ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നവര് ആരൊക്കെയുണ്ട്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ എല്ലാവരും. ലക്ഷ്മിയുണ്ട്, വിവസന, അശ്വിനി, then വേറെ ആരൊക്കെയുണ്ട്? ദൃശ്യ, ഓക്കെ, അരുണിമ, then വേറെ ആരൊക്കെയുണ്ട്? ആദം ജോൺ ഉണ്ടോ ക്ലാസ്സില്? ആദം ജോൺ എല്ലാവരും ഉണ്ടായിരിക്കുന്നതാണോ? ആദം ജോൺ, ആൽവിൻ ആന്റണി ഇതൊക്കെ ക്ലാസ്സിലുണ്ടോ? അഷ്ന, ആൽവിൻ ഉണ്ട്. ഓക്കെ, അശ്വിൻ ഉണ്ടോ? ജീവൻ, ജീവൻ ഉണ്ട്. ഈ അശ്വിൻ ഉണ്ട്. പിന്നെ റെസ്പോണ്ട് ചെയ്യാതെ എന്തോന്ന് ചോദിക്കുമ്പോ റെസ്പോണ്ട് ചെയ്യില്ലല്ലോ. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. മ്യൂട്ടിൽ ഏത് ഞെക്കിട്ട് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാന്. ഫസ്റ്റ് ടൈം ആണോ? ഞാൻ ഇടയ്ക്ക് കേറും. ജോലി ഇല്ലാത്ത സമയത്ത് ഇടയ്ക്ക് കേറുമായിരുന്നു. ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു 12 മണിയായപ്പോഴാണ് കേറിയത്. പേരെന്തായിരുന്നു? തുഷാര. തുഷാര, ഓക്കെ. തുഷാര, റേഞ്ച് ഇല്ല. ഓക്കെ, ജിഷ്മ, സോറി, ജിഷ്മ ആൻഡ് ജീവൻ രണ്ടുപേരുടെ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലുള്ളവര് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? തുഷാര, ആൽവിൻ, അരുണിമ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ചോദിക്കൂ. ദൃശ്യ, ആർക്കും ഡൗട്ടില്ല? ക്ലിയർ ആണ്? അതുകൂടെ പറയാ. എന്താണ് പറയേണ്ടത്? ആൽവിൻ ഏതാണ്? സംസാരിക്കൂ. അല്ലല്ലോ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണോ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകും എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, എക്സാമ്പിൾസ് നമ്മൾ നോട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ്. I will have finished the report by tonight, by 7 tonight. By യൂസ് ചെയ്യാൻ കാരണം എന്താ? അവിടെ എക്സാക്ട് ഒരു ടൈം അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. രാത്രി 7 മണിയോട് കൂടി ഞാൻ എന്റെ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. കറക്റ്റ് ഒരു എക്സാക്ട് ടൈം പറയാത്തതുകൊണ്ടാണ് അവിടെ ബൈ യൂസ് ചെയ്തത്. ഓക്കെ, കറക്റ്റ് ടൈം ആണെങ്കിൽ കൊടാസ്റ്റ് യൂസ് ചെയ്യാം. 7 മണിക്ക് എന്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നേരത്തെ ശോകം ഓക്കെ, ശോകമാണെന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്ലോ ആയാലും ടെക്സ്റ്റ് ചെയ്യാൻ നോക്കട്ടോ. ടെക്സ്റ്റ് ചെയ്യാൻ നോക്കാം. എന്നുണ്ടെങ്കിലും പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റൂ. നിങ്ങളെ മിണ്ടാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? അത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എനിക്കും ക്ലാസ് എടുക്കാൻ ഒരു എന്താണ് എനിക്കും ഒരു ഇൻട്രസ്റ്റ് വരണേ.
റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് എനിക്കത് വരാട്ടോ. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് തോന്നും. She have worked for 8 hours. 8 മണിക്കൂറായിട്ട് അവള് വർക്ക് ചെയ്തിട്ടുണ്ടാകും എന്നൊരു പേര്. അതെ, 8 മണിക്കൂറായിട്ട് അവള് വർക്ക് ചെയ്തിട്ടുണ്ടാക്കും എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ടൈം മെൻഷൻ ചെയ്യും. 8 മണിക്കൂർ അവള് വർക്ക് ചെയ്തിട്ടുണ്ടാകും. അറിയാം, കുഴപ്പമില്ല. 8 മണിക്കൂർ അവള് വർക്ക് ചെയ്തിട്ടുണ്ടാകും. മീനിങ് അവിടെ കിട്ടും. ഓക്കെ. അപ്പോ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും എന്നൊരു മീനിങ് ആണ് വരാം. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് B3 ആണ് സ്ട്രക്ചർ വരുന്നത്. സോ സിമ്പിൾ ആണല്ലോ. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവള് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും അവള് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. എന്താ പറയാ, അവള് കുക്ക് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെയാണെങ്കിലോ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവള് പഠിക്കുകയായിരുന്നു എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഞാൻ വീട്ടിലെത്തുമ്പോൾ അവള് പഠിക്കുകയായിരുന്നു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവള് പഠിക്കുകയായിരുന്നു എങ്ങനെ പറയും? പറയൂ. അത് ഏത് ടെൻസാണ് ഐഡന്റിഫൈ ചെയ്തേ ഫസ്റ്റ്? ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. ടെൻസ് ഐഡന്റിഫൈ ചെയ്യൂ. ഞാൻ പറയുന്നത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മാം. വീട്ടിലെത്തിയപ്പോൾ പഠിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. പഠിക്കുകയായിരുന്നു. പഠിക്കുകയായിരുന്നു എന്ന് പറയുമ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ വരാം, അല്ലേ? എല്ലാ ടെൻസും മറന്നുപോയപ്പോ അല്ലെ? പഠിച്ചു വന്നൊക്കെ മറന്നു. വെരി ഗുഡ്. നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാട്ടോ. ഫ്യൂച്ചർ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എല്ലാ ടെൻസും കറക്റ്റ് ആയിട്ട് റിവൈൻഡ് ചെയ്ത് പഠിക്കാം. ടെൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. തിരിച്ച് മറിച്ചിട്ട് ചോദിച്ചാലും ആൻസർ പറയാൻ പറ്റണം. ഓക്കെ. അപ്പോ when I reached home, she was studying. When I reached home, she was studying. Yeah, when I arrived at home, she was studying. Arrived at പറയണമെന്നില്ല കേട്ടോ. Arrived home or reached home, I got എന്ന് പറയാം. She was studying. She was studying when I reached home എന്ന് പറയാം. She was studying when I go home അല്ല, got വേണമെങ്കിൽ പറയാം. Got. അല്ലെങ്കിൽ arrived പറയാം, reached പറയാം. I reached home, she was studying. Yes. Clear. Okay. അപ്പൊ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റിവൈൻഡ് ചെയ്യാം. ദെൻ ഞാൻ അങ്ങോട്ടുള്ള ക്ലാസ്സിലെല്ലാം നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പ്രോപ്പർ ആയിട്ടൊന്ന് പഠിക്കണം അല്ലെ? സോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ അല്ലെ? സംസാരിക്കണ്ടേ നമുക്ക്? ട്രാൻസ്ലേറ്റ് ചെയ്യാം. സ്റ്റോറീസ് ആയിട്ടാണെങ്കിലും ടോപ്പിക് വൈസ് ആണെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, പ്രസന്റ് ചെയ്യും. സോ അതോടുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും കേട്ടോ. Okay, so then we moving on the last action in future tense is the future perfect continuous tense. Future perfect continuous tense means ചെയ്തിട്ടുണ്ടായിരിക്കും.
ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊരു മീനിങ്ങിലാണ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, സോറി, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊരു മീനിങ്ങിലാണ് വരാം. സ്ട്രക്ചർ ഈസ് subject plus will have been plus subject plus will plus have plus been plus verb ing. Will have been ആണ് വരാം. Subject plus will have been plus verb plus ing. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോ നമ്മൾ ലാസ്റ്റ് ടെൻസ് എത്തിട്ടോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തത്. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് verb പ്ലസ് ing. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ടെൻസ് നമ്മുടെ ഡേറ്റ് ലൈഫിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിന് പകരം നമുക്ക് കണ്ടിന്യൂസ്, നമ്മുടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ പഠിക്കുന്ന ആ ടെൻസിലെ ഈ ലാസ്റ്റത്തെ 4 ആക്ഷൻസ് ഉണ്ടല്ലോ, 3 ആക്ഷൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതായത് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും നമ്മുടെ ഡേറ്റ് ലൈഫിൽ യൂസ് ചെയ്യാറില്ല. ചെയ്യാട്ടോ, ചെയ്യണ്ടെന്ന് പറയുന്നില്ല, ഞാൻ തീർത്തും പറയുന്നില്ല. അഡ്വാൻസ് ലെവലൊക്കെയാണ്, കുറച്ചൊരു കാര്യങ്ങൾക്ക് ക്ലിയർ ആണ് എങ്കിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മലയാളം മീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഞാൻ അവിടെ വെക്കുന്ന സമയത്ത്, ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോ ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് നമുക്ക് പറയാലോ, അല്ലെ? When I reached home, she will have been cooking എന്ന് പറയാം. She will have been cooking dinner. ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. She will have been cooking dinner. Then she will have been preparing for an exam. Then she will have been writing a letter. എന്നൊക്കെ പറയാം. She will have been reading a book. എന്തും പറയും. ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊരു മീനിങ്ങിലാണ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവൾ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവൾ അല്ലെങ്കിൽ അവൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തും നമുക്ക് പറയാം, അല്ലെ? സിമ്പിൾ ആണ്. നമുക്ക് ഇതല്ലെങ്കിൽ പോലും നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വെച്ചും പറയാം സിമ്പിൾ ആയിട്ട്. കുക്ക് ചെയ്യുകയായിരിക്കും എന്ന് പറയാലോ, അല്ലെ? സിമ്പിൾ അല്ലേ? അതാ ഞാൻ പറഞ്ഞ ടെൻസ് നമ്മുടെ യൂസ് ചെയ്യാറില്ല. ചെയ്യാം, അഡ്വാൻസുകളൊക്കെയാണ്. അതേക്കുറിച്ച് ആധികാരികമായ അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഒതുക്കളാണ്. ഓക്കെ, എക്സാമ്പിള് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ എന്താണ്? ടെക്സ്റ്റ് അല്ല, നമ്മുടെ നോട്ടിൽ ഒരു എക്സാമ്പിൾ നോക്കാം. They have been working here for 2 years next month. Next month വരുമ്പോഴേക്കും ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് 8 വർഷമായിട്ടുണ്ടായിരിക്കും. അടുത്ത മാസം വരുമ്പോൾ 2 വർഷമായിട്ടുണ്ടായിരിക്കും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 2 വർഷം 2 വർഷമായിട്ടുണ്ടാകും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു മിനിറ്റിലൊക്കെയാണ് വരാൻ. അത്രയും അതായത് നമ്മൾ സംസാരിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ആക്ഷൻസും ആവശ്യമില്ല. പക്ഷെ അറിഞ്ഞിരിക്കണം, നമ്മൾ എന്തായാലും ഗ്രാമർ പഠിക്കുകയാണ്, അല്ലെ? ഒരിക്കലും ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരരുത്. സോ എല്ലാ ടെൻസും എല്ലാ ആക്ഷൻസും അറിഞ്ഞിരിക്കണം. പക്ഷെ ഏറ്റവും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 3 ആക്ഷൻസ് ഒഴികെയുള്ള ബാക്കിയാണ് നമ്മുടെ വീട്ടിൽ ലൈഫിലാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. പക്ഷെ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് എല്ലാ ടെൻസിന്റെയും സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും പറയാൻ റെഡി ആയിട്ട് വരാം. ആദ്യം തന്നെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. എന്നോടല്ലേ, വേറെ ആരോടല്ലോ. നിങ്ങൾക്ക് പഠിക്കണ്ടേ, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി, കോംപ്ലക്സ് ഒക്കെ മാറ്റി വെക്കൂ. അൺമ്യൂട്ട് ചെയ്യാൻ പേടിയുള്ളവരുടെ ക്ലാസ്സിൽ ആണോ? അങ്ങനെ പേടിയുണ്ടോ ആർക്കെങ്കിലും? അൺമ്യൂട്ട് ചെയ്ത് എന്നോട് സംസാരിക്കാൻ പേടിയുണ്ടോ? പേടി മീൻസ് പേടിയല്ല, ഒരു ഷൈനസ് ഒക്കെ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ? അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനെയില്ല മിസ്സേ. ഇപ്പം
അങ്ങനെയല്ലല്ലോ. ഓക്കെയാണ്, അശ്വിനി ഓക്കെയാണ്. ദെൻ അതൊക്കെയാണ്, അതൊക്കെ ഓക്കെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സംസാരിപ്പിക്കും എന്ന് വിചാരിച്ച് ആരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കണം കേട്ടോ. വീഴ്സിന് ഓക്കെയാണ്. ദെൻ ദൃശ്യ അഷ്ന സംസാരിച്ചിരുന്നു എന്നോട് ക്ലാസ്സിൽ. ദൃശ്യ ഓക്കെയാണോ? ജിഷ്മ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതാണ്. ഇന്ന് മിണ്ടത്തില്ല. ക്ലാസ്സിലുണ്ട് എന്ന് എനിക്ക് അറിയാം, പക്ഷെ മിണ്ടുന്നില്ല. അരുണിമ ഓക്കെയാണ് നിങ്ങള്? നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോ ആൻസർ പറയോ? ആൻസർ ഒന്നുമില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ അല്ല നമ്മൾ ചോദിക്കുന്നത് ക്ലാസ്സിൽ. മാക്സിമം പഠിച്ച കാര്യങ്ങൾ ഒന്ന് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട് തറായിട്ടൊന്ന് പഠിക്കുക. ഇതിന് വേണ്ടിയാണ് ക്ലാസ്സിലൊന്ന് പറയിപ്പിക്കണം. വായിച്ച് പറയാ, ഞാൻ പറയുന്നത് കൂടെ പറയാ, നിങ്ങൾ പറയാ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റൂ. ഇത്രയും നാളെ നമ്മൾ തിയറീസ് പഠിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെ? ഇതുവരെയും നമ്മൾ തിയറീസ് ആണ് പഠിച്ചത്, പ്രാക്ടീസ് ചെയ്തിട്ടില്ല ആരും. പേടിക്കണ്ട, തെറ്റും നീ, അതിന് പേടിയില്ല. തെറ്റും, എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. ഈവൻ എനിക്ക് പോലും മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കും. ഓക്കെ, ആരും പെർഫെക്റ്റ് അല്ല. No one is perfect. ഓക്കെ, അത് മനസ്സിലാക്കുവാൻ. എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ മാറ്റാം. അതായത് എന്നും ഇങ്ങനെ ഓക്കെ തെറ്റോ പേടി എന്ന് പറഞ്ഞിരുന്നാൽ അതൊക്കെ പേടി തന്നെ അങ്ങനെ നിൽക്കും. ഓക്കെ, ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊരു ക്ലാസ്സിൽ, ഇത്രയും കംഫർട്ടബിൾ ആണ് ക്ലാസ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാ ക്ലാസ്സിലും ഞാൻ പൊതുവെ ഇങ്ങനെയാണ്, എല്ലാവരും ഒക്കെയാണ്. സോ എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാറാൻ ശ്രമിക്കാം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾ ഓക്കെയാണ്. എന്താണോ പേടി അത് ഫേസ് ചെയ്യാം. ഓക്കെ, പിന്നെ ആ പേടി നിങ്ങൾക്ക് വരില്ല. ഇതൊന്നും ഇങ്ങനെ എടുത്ത കാര്യമില്ലല്ലോ. ഇതിന് മാറ്റം വേണ്ട ലൈഫില്. ഓക്കെ, അതുകൊണ്ട് പേടിയൊക്കെ മാറ്റി വെക്കുക. തെറ്റും ഷുവറാണ്, തെറ്റ് പറ്റും. തെറ്റാത്തവരായിട്ട് ആരില്ലെന്നേ. ഇവിടെ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തോരം മിസ്റ്റേക്സ് എനിക്ക് വന്നിട്ടുണ്ടെന്ന് അറിയോ? ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ ക്ലാസ്സിൽ കയറിയപ്പോ എനിക്ക് എന്തോരം ടെൻഷൻ ഉണ്ടായിരുന്നു. മിസ്റ്റേക്സ് വന്നിരുന്നു, ഒരുപാട് മിസ്റ്റേക്സ് വന്നിരുന്നു. മനസ്സിലായോ? പക്ഷെ അന്ന് മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാൻ പറ്റോ? ഇല്ല. ഞാനും നിങ്ങളെ പോലെയാണ്. മനസ്സിലായോ? ഞാനും ഇതുപോലെ പേടിച്ച ഒരാൾ തന്നെയാണ്. പക്ഷെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി. അതുപോലെ മനസ്സിലാക്കാം, പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ആരെയാ പേടിക്കുന്നേ? നമ്മളെ തന്നെയാ പേടിക്കുന്നേ. മനസ്സിലായോ? അല്ലാതെ വേറെ ആരെയല്ല. നമുക്ക് പേടി നമ്മളെ തന്നെയാണ്. നമ്മുടെ പേടി മാറ്റാം. എല്ലാവരോടും കൂടിയാണ്. ദൃശ്യോട് മാത്രം ഞാൻ പറയുന്നല്ല, എല്ലാവരോടും കൂടിയാണ്. ദൃശ്യത് ഓപ്പണായിട്ട് പറഞ്ഞു എന്നുള്ളൂ, പറയാത്തവര് ക്ലാസ്സിലുണ്ട് അല്ലെ? ഞാൻ ജോയിൻ ചെയ്തപ്പോ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് പോയി. ഓക്കെ, സോ എന്തുകൊണ്ടാണ് അവർ ലെഫ്റ്റ് ആവാൻ കാരണം? പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ലൈൻ ആയിരിക്കാം, പക്ഷെ എക്സാമിന് ഇംഗ്ലീഷ് ഇല്ലല്ലോ എന്നൊരു മൈൻഡായിരിക്കാം. പിന്നെ എല്ലാവർക്കും ഇംഗ്ലീഷ് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കും എന്നൊരു പേടി ഉണ്ടാകാം. കുറെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ലെഫ്റ്റായി പോകുന്നത്. സോ ഇതിനൊക്കെ ഫേസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി, ഞാനും പോവാണ്. ഓക്കെ, സോ എല്ലാത്തിനെയും ഫേസ് ചെയ്യാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഈ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. നമ്മള് ഏതൊരു ജോലിക്ക് പോകുമ്പോഴും പേടിക്കുന്നത് ഈ ഒരു ലാംഗ്വേജിനെ പറ്റിയാണ് അല്ലെ? കോമൺ ഫിയർ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആ ഒരു പേടി മാറ്റാൻ നോക്കും ആദ്യം. ഏതൊരു ജോലി നോക്കിയിട്ട് മനസ്സിലായോ? നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ലാംഗ്വേജ് ഉണ്ട്, നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എവിടെയും ഇന്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഏത് ജോലിക്കും പോകും. അപ്പോ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ലൈഫ് തന്നെ മാറും, നിങ്ങൾ പോലും അറിയാതെ മാറും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെൻസ് ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യും. ഓക്കെ, എല്ലാവരും മാക്സിമം എന്റെ കൂടെ ജോയിൻ ചെയ്യാം, പ്രസന്റ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, നാളെയാണ് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. നാളെ 10:30 ഞാനാണ്. ആക്റ്റീവ് ആയിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, ഞാൻ കൂടെ പഠിച്ചിരിക്കുന്ന ആക്റ്റീവ് ആയിട്ടിരിക്കുക. പേടിക്കാനൊന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കൂടെ എന്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം.
Okay. Thank you, ma'am. Okay. So thank you all. See you on the next class. Okay. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am.